Welcome back guys, welcome back to MalluDiscoveryTV and it's me Farhan bin Fazil here. ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് HP-യുടെ Pavilion ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഇതിനു മുമ്പ് ഞാൻ റിവ്യൂ ചെയ്ത ലാപ്ടോപ്പാണ്, അതായത് SUSയുടെ Strix 15, അതായത് ROG റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സ് Strix 15. ഇതിൽ ഞാൻ കുറച്ച് പോരായ്മകൾ പറഞ്ഞു, അതായത് കീബോർഡിന് നമ്പർ പാഡ് ഇല്ല, അതായത് വെബ് ക്യാമറ ഇല്ല, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പോരായ്മകൾ പറഞ്ഞിരുന്നു. ആ ഒരു വീഡിയോയിൽ പലരും ചോദിച്ച ഒരു ചോദ്യമാണ്, ഇൻ കേസ് ഞാനിത് എടുക്കുന്നില്ലെങ്കിൽ മറ്റൊരു ലാപ്ടോപ്പ് ഏതായിരിക്കും സജസ്റ്റ് ചെയ്യാം. അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടെത്തിയ ഒരു ലാപ്ടോപ്പാണിത്. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് കണ്ടിട്ട് വരാം അല്ലേ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. നമുക്ക് SUSൽ കണ്ടതുപോലെ അൺബോക്സിങ് എക്സ്പീരിയൻസ് ഒന്നും വലിയ സംഭവമായിരിക്കില്ല HP, കാരണം സാധാ എല്ലാ ലാപ്ടോപ്പും കിട്ടുന്നത് പോലെ ഒരു ബോക്സിൽ തന്നെ ലാപ്ടോപ്പ് ഡയറക്റ്റ്ലി ഇട്ട രീതിയിലാണ് ഉണ്ടാകുക. ഓക്കെ, ആദ്യം തന്നെ നമുക്കിതിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് കിട്ടുന്നുണ്ട്, സ്റ്റുഡൻറ്റ് വേർഷൻ ഫ്രീ ആയിട്ട്. പിന്നെ വിൻഡോസ് 10 ആണ് ജെനുവിൻ ആദ്യം തന്നെ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. പക്ഷേ വിൻഡോസ് 11 നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. വിൻഡോസ് 11 റിലീസ് ആയി കഴിഞ്ഞാൽ നമുക്കിതിൽ ഫ്രീ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ കിട്ടിയിട്ടുള്ളത് ചാർജിങ് അഡാപ്റ്ററാണ്. ചാർജിങ് അഡാപ്റ്ററിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒരു MIയുടെ പവർ ബാങ്കിൻ്റെ ഒരു വലിപ്പം, ആ ഒരു ഷേപ്പാണ് വരുന്നത്. 150 വാട്ടിൻ്റെ ചാർജിങ് അഡാപ്റ്ററാണ് വരുന്നത്. സോ ഗെയിമിംഗ് ലാപ്ടോപ്പിനൊക്കെ ഈ ഒരു വലിപ്പമുള്ള ചാർജിങ് ബ്രിക്ക് എന്തായാലും ഉണ്ടാവും, കാരണം അത്രയും പവർഫുൾ ആയിരിക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരിക. സോ നമുക്ക് ഡയറക്റ്റ്ലി ലാപ്ടോപ്പിലേക്ക് കടക്കാം, ചാർജറൊക്കെ മാറ്റി വെക്കാം. സോ എനിക്ക് അൺബോക്സിങ് വലിയ ഒരു സംഭവമാക്കി പറയാനില്ല, പക്ഷേ ബോക്സിലല്ലല്ലോ കാര്യം, സാധനത്തിലല്ലേ കാര്യം. ഓക്കെ, ഫസ്റ്റ് ഇംപ്രഷൻ, അതായത് ഇതിൻ്റെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ മാറ്റ് ഫിനിഷാണ് ഇതിൻ്റെ പുറമെ ബോഡി വരുന്നത്. HP-യുടെ ബ്രാൻഡിങ് നടുവിലുണ്ട്. ഒരു വയലറ്റ് ഒരു ഡിസൈനാണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു വയലറ്റ് കളറാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു വയലറ്റ് കളർ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് ഇൻടേക്ക് കാണാം, ഇൻടേക്ക് വെൻറ്റ് കാണാം. ഇതിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് 2 ഫാൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പവലിയൻ എഴുതിയതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് അതിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത്. ഓക്കെ, റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് SD കാർഡ് സ്ലോട്ട് ഉണ്ട്. നമുക്ക് SUS ROGയിൽ ഉണ്ടായിരുന്നില്ല, ഒരു അപ്ഗ്രഡേഷൻ ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ USB Type-C പോർട്ട് ഉണ്ട്. ഇത് ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള പോർട്ടല്ല, നമുക്ക് USB Type-C ഉള്ള കേബിൾ അല്ലെങ്കിൽ പെൻഡ്രൈവ് അങ്ങനെ Type-C ഒരു USB ഉള്ള എന്ത് ഇവിടെ യൂസ് ചെയ്യാം, പക്ഷേ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ വേണ്ടിയല്ല. അതേപോലെ തന്നെ നെറ്റ്വർക്ക് എതർനെറ്റ് കേബിൾ പോർട്ട് ഉണ്ട്. പിന്നെ ഹാർഡ് ഡിസ്കിൻ്റെ LED കാണുന്നുണ്ട്. പിന്നെ ഒരു USB പോർട്ട് ഓൺ ദ റൈറ്റ് സൈഡ്. അതുപോലെ തന്നെ HDMI പോർട്ട് ഉണ്ട്, ഔട്ട് പോർട്ട് ഉണ്ട്. പിന്നെ 3.5 mm ജാക്ക് ഉണ്ട് ഫോർ ഹെഡ്ഫോൺ ആൻഡ് മൈക്ക്. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു USBയും കൂടി കാണാം, അതേപോലെ തന്നെ പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യുന്ന സ്ഥലവും. അപ്പോൾ എനിക്ക് ഈ SUS ROG ഇതും തമ്മിൽ ഒരു ഡിഫറൻസ് ഇപ്പോൾ തോന്നിയത്, അതായത് പുറമേ നോക്കുമ്പോൾ ഇതിൽ 2 USB പോർട്ടേ കാണുന്നുള്ളൂ. എനിക്കിതിൽ 3 ഉണ്ടായിരുന്നു. ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിനെ സംബന്ധിച്ച് എന്തായാലും 2 കൂടുതൽ USB റെക്കമെൻഡഡ് ആണ്, കാരണം എന്തായാലും നമ്മൾ എക്സ്ട്രാ കീബോർഡ് മൗസ് കണക്ട് ചെയ്യും. അപ്പോൾ ഇനിയൊരു എക്സ്ട്രാ പെൻഡ്രൈവ് അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യണമെങ്കിൽ ഒരു USB പോർട്ടും കൂടി വേണം. പക്ഷേ പ്രശ്നമില്ല, ഇവിടെ Type-C കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് Type-C എക്സ്റ്റൻഡർ വാങ്ങിയിട്ട് അത് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ലാപ്ടോപ്പിലേക്ക് കിടക്കാം. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സെയിം നമ്മൾ SUS ROG ഓപ്പൺ ചെയ്ത ആ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. പക്ഷേ ഇവിടെ സ്പീക്കർ ഗ്രില്ല് ടോപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഫേസിൽ എജക്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് വരുന്നത്. അതായത് ഇവിടെ തന്നെ നമുക്ക് സ്പീക്കർ ഗ്രില്ല് കാണാം ഫുൾ സൈസിൽ. പക്ഷേ നമുക്ക് SUSൽ താഴ്വശത്തായിരുന്നു ഉണ്ടായത്. ഇവിടെ ആയിരിക്കും പിന്നീട് എക്സ്പീരിയൻസ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ഫ്രണ്ട് ഫയറിംഗ് ആണ്. അതുപോലെ തന്നെ മൗസ് പാഡ് നോക്കുകയാണെങ്കിൽ ബട്ടൺസ് ഇല്ല. ഇവിടെ SUS ROGക്ക് ബട്ടൺസ് ആയിരുന്നു, ഇവിടെ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആണ്. ഇത് ഫുൾ ബട്ടൺ ഡിസൈനാണ് വരുന്നത്, അതായത് ഏതൊരു സൈഡും നമുക്ക് പ്രസ് ചെയ്യാം. പിന്നെ കീബോർഡ് നോക്കുകയാണെങ്കിൽ ചിക്ലെറ്റ് കീബോർഡാണ് വരുന്നത്, ഗെയിമിംഗ്, അതായത് വിത്ത് ബാക്ക് ലൈറ്റ്. അത് സിംഗിൾ കളർ ബാക്ക് ലൈറ്റ് ആണ് ഇതിൽ വരുന്നത്, ഒരു വയലറ്റ് കളറാണ് ഇതിൻ്റെ ബാക്ക് ലൈറ്റ്. അത് നമുക്ക് 3 ഇൻറ്റൻസീവ്, അതായത് ലോ ബ്രൈറ്റ്നസ്, മിഡിൽ, ഹൈ, അങ്ങനെ 3 സ്വിച്ചസിൽ നമുക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ ചേഞ്ചിങ് കളറല്ല, ഇവിടെ RGB ചേഞ്ചിങ് ആണ്. ആ ഒരു ഡിഫറൻസ് ആണ്, പക്ഷേ അതിലൊന്നും വലിയ കാര്യം ഇരിക്കുന്നില്ല. പിന്നെ ഒരു അപ്ഗ്രഡേഷൻ എനിക്ക് തോന്നിയത്, ഇവിടെ നമ്പർ പാഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾക്ക് വലിയ കീബോർഡാണ്, അതായത് നമ്പർ പാഡ് ഇവിടെ മിസ് ചെയ്യില്ല. എനിക്ക് ഏറ്റവും വലിയ മിസ്സിങ്, അതായത് SUS ROG Strix G15 ഇതിന് മുമ്പ് റിവ്യൂ ചെയ്ത ലാപ്ടോപ്പ്, അതായത് ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ട്, അതായത് വാങ്ങിയിട്ട് 5 മാസത്തിന് ശേഷം ഒരു യൂസേജ് റിവ്യൂയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ റിപ്പീറ്റഡായി പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു നമ്പർ പാഡായിരുന്നു. എനിക്ക് IP അഡ്രസ്സൊക്കെ ഒരുപാട് അടിക്കേണ്ട ഒരു മേഖലയിലാണ് ഞാൻ പണിയെടുക്കുന്നത്. അപ്പോൾ IP അഡ്രസ്സ് അടിക്കുമ്പം
മുകളിലുള്ള കീബോർഡ് എനിക്ക് യൂസ് ചെയ്യാറില്ല. സോ വലിയ മിസ്സിങ് ആയിരുന്നു സൈഡിലുള്ള നമ്പർ പാഡ്. പക്ഷേ ഈ ഒരു ലാപ്ടോപ്പിൽ എനിക്ക് ആ സൈഡിലുള്ള നമ്പർ പാഡ് ഏതായാലും മിസ് ചെയ്യില്ല, അവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹിഞ്ച് ഡിസൈനാണ് ഒരു പ്രത്യേക ഫിനിഷിങ്ങുള്ള ഡിസൈനാണ് കേട്ടോ. ഇവിടെ ഒരു കട്ടിങ്ങും പിന്നെ ഇങ്ങനെ എന്താ പറയുക, ഒരു ഓൾഡ് ഫാഷൻ അല്ല. ലാപ്ടോപ്പ് കാണുമ്പം ഒരു ഗുമ്മുണ്ട്, ഒരു ഗെറ്റപ്പ് ഉണ്ട്. എന്താ കാണുമ്പോൾ ഒരൊറ്റ നോട്ടത്തിൽ നല്ല ഹിഞ്ചസ് ആട്ടോ ഡിസൈൻ. അതുപോലെ തന്നെ ആ ഒരു ഷേപ്പ് മറ്റു ലാപ്ടോപ്പിൽ നിന്ന് ചെറിയ ഡിഫറൻസ് ആണ്. അതായത് കംപ്ലീറ്റ്ലി സ്ക്വയർ അല്ല, അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ കട്ടിംഗ് ഒക്കെ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ബെസൽ അത്ര നേരിയതല്ല, അതായത് നമ്മൾ SUSൽ കണ്ട പോലെ അത്രയും സ്ലിം അല്ല. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, സ്ലിം ആക്കിയതുകൊണ്ട് അവർ വെബ് ക്യാമറ എടുത്ത് കളഞ്ഞു. അത് വളരെ മേജർ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നി. കാരണം പല മീറ്റിങ്ങും ഇപ്പോഴത്തെ ഓൺലൈൻ ക്ലാസ് എല്ലാം ഇപ്പോൾ ഓൺലൈനിലാണ്. അപ്പോൾ വെബ് ക്യാമറ ഇല്ലാതെ ഒരു ലാപ്ടോപ്പ് ആക്ച്വലി വലിയൊരു പ്രോബ്ലം ആയിരുന്നു എനിക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ. മിസ്സിങ് ആയിരുന്നു, ഒരു മേജർ കംപ്ലൈൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡ്രോബാക്ക്, അല്ലെങ്കിൽ എനിക്ക് മിസ് ചെയ്ത ഒരു സംഭവം. പക്ഷേ ഇവിടെ വെബ് ക്യാമറ അവൈലബിൾ ആണ്. അതുകൊണ്ട് മുകളിൽ ബെസൽ അത്ര സ്ലിം ആക്കാൻ പറ്റിയില്ലെങ്കിലും അവർ വെബ് ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. വേണ്ട ഒരു പോർഷൻ തന്നെയാണ് വെബ് ക്യാമറ. ഞാൻ ഡിസ്പ്ലേയിലേക്ക് വരാം. 15.5 ഇഞ്ചസ് ആണ് വരുന്നത്. 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ്. അതേപോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷ്ഡ് ഡിസ്പ്ലേ ആണ്, ഗ്ലോസി അല്ല. ഇറ്റ് മീൻസ് റിഫ്ലക്ഷൻ ഉണ്ടാവില്ല. ഈ ഡിസൈൻ ഡിസ്പ്ലേ ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. സെയിം ഡിസ്പ്ലേ ആണ് നമുക്ക് ASUS ROGയിൽ വരുന്നത്, അതേ ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ വരുന്നത്. ആക്ച്വലി നമ്മൾ ഈ റിഫ്ലക്ഷനാണ് നിങ്ങൾ കാണിച്ചു തരുന്നുണ്ടോ, എൻ്റെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് നമ്മൾക്ക് വർക്ക് ചെയ്യുമ്പോൾ ബാക്കിൽ ലൈറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല. പെർഫെക്റ്റ്ലി ഏതൊരു ആംഗിൾ വ്യൂ ചെയ്യുമ്പോൾ, യൂഷ്വലി എല്ലാ ലാപ്ടോപ്പും സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണില്ല, മുകളിൽ നോക്കുമ്പോൾ കാണില്ല, ഡയറക്റ്റ് നോക്കിയാലേ കാണും. പക്ഷേ ഈ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിൽ വരുന്ന ഈ ടൈപ്പ് ഓഫ് ഡിസ്പ്ലേ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും നമുക്ക് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി കാണാം, നമ്മൾ ഫോണൊക്കെ നോക്കുന്ന പോലെ. അതായത് വ്യൂവിങ് ആംഗിളിൽ പെർഫെക്റ്റ് ആണ് ഈ കൈൻഡ് ഓഫ് ഡിസ്പ്ലേ. ഓക്കെ, അത്രയൊക്കെയാണ് ഫിസിക്കൽ ആസ്പെക്ട്സ് വരുന്നത്. പവർ ബട്ടൺ ലെഫ്റ്റ് സൈഡിൽ ടോപ്പാണ് വരുന്നത്, ഫിംഗർ പ്രിൻറ്റ് വരുന്നില്ല. പിന്നെ എനിക്ക് ഒരു പോരായ്മയായി തോന്നിയത് ഇവരുടെ സ്റ്റിക്കർ വർക്ക്സ്, ഇതൊക്കെ താഴെ ആക്കായിരുന്നു. HPക്ക് എപ്പോഴുള്ള ഒരു പ്രശ്നമാണ്. അതായത് മൈക്രോസോഫ്റ്റ് ഇതിലുണ്ടെന്ന് അറിയിക്കാൻ ഇവിടെ ഒരു സ്റ്റിക്കർ, പിന്നെ AMD ഇവിടെ, അതേപോലെ NVIDIAൻ്റെ 144 ഹെർട്സിൻ്റെ, പിന്നെ ഇവരുടെ വാട്സാപ്പ് സപ്പോർട്ട്, അങ്ങനെ എന്താ പറയുക സ്റ്റിക്കറുടെ ഒരു കൂമ്പാരം. ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇത്രയും സ്റ്റിക്കർ വർക്ക്സ് ആക്ച്വലി HPയുടെ എല്ലാ ലാപ്ടോപ്പിലും കണ്ടുവരുന്ന ഒരു സംഭവമാണ്. നമ്മൾക്ക് പറിച്ച് കളയാവുന്നതേ ഉള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് സ്റ്റിക്കർ വർക്ക്സൊക്കെ താഴെ കൊടുക്കായിരുന്നു. ഇവിടെ ഒത്തിരി നീറ്റായിരുന്നു. ASUSയുടെ കാര്യത്തിൽ ആ ഒരു സ്റ്റിക്കർ വർക്ക്സൊക്കെ ബോഡിയുടെ താഴെയാണ് കൊടുത്തിട്ടുള്ളത്, 1-2 മുന്നിൽ വെച്ചിട്ടുള്ളൂ. ഇതൊക്കെ എന്തായാലും നമ്മളെ വർക്കിൽ എഫക്റ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ ഡിസൈൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾക്ക് ഓൺ ചെയ്ത് ഇതിൻ്റെ ആക്ച്വൽ പെർഫോമൻസ് എന്താണ്, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ്, ഇതും എൻ്റെ ASUS ROGയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം. അതേപോലെ തന്നെ ഏതാണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത്, അതായത് 16 GB RAM ആണ് വരുന്നത്. 8 GB + 8 GB ആണ് മെമ്മറി സ്ലോട്ട് ഇതിൽ ഓൾറെഡി ഇട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ 256 GB SSD ആണ് വരുന്നത് വിത്ത് 1 TB ഹാർഡ് ഡിസ്ക്. ഇവിടെ നമ്മൾക്കൊരു ഡിഫറൻസ് വന്നത്, എൻ്റെ ഇതിൽ 500 GB SSD ആയിരുന്നു. എക്സ്ട്രാ സ്പേസ് ഇതിലുണ്ട്. എക്സ്ട്രാ നമുക്ക് SSD ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് അപ്ഗ്രേഡ് ചെയ്യുന്നെങ്കിൽ ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഇതിൽ ബിൽഡിനായിട്ട് 500 GB SSD ആയിരുന്നു. ഇതിൽ 256 SSD ഉണ്ട്. അതുപോലെ തന്നെ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് 1 TB ഹാർഡ് ഡിസ്ക് ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കലായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങൾക്ക് എക്സ്ട്രാ സ്റ്റോറേജ് ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. എനിക്കിതിൽ 500 GB ആയതുകൊണ്ട് വാങ്ങിയിട്ട് 1 മാസം കഴിയുമ്പോഴേക്കും ഇത് ഫുള്ളായിരുന്നു. കാരണം SSD ഏതായാലും ബൂട്ടിംഗ് ടൈം, അതേപോലെ തന്നെ പെർഫോമൻസ് ഏതായാലും SSD ഹാർഡ് ഡിസ്കിനേക്കാൾ 10 ഇരട്ടി ഫാസ്റ്ററാണ്. ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് ഒരു ഹാർഡ് ഡിസ്ക്കുള്ള ലാപ്ടോപ്പ് ഓണായി വരാൻ 1 മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു SSD ഉള്ള ലാപ്ടോപ്പ് കംപ്ലീറ്റ്ലി ബൂട്ടായിട്ട് വരാൻ ഒരു 12 സെക്കൻഡ് മതി. ഒരു 10 ഇരട്ടി ഡിഫറൻസ് എങ്കിലും ആ ഒരു SSDയും ഹാർഡ് ഡിസ്ക്കും നമ്മൾ ബൂട്ടിംഗ് ടൈമിനുണ്ടാവും, സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഫോട്ടോഷോപ്പോ അങ്ങനത്തെ ഓരോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനൊക്കെ രണ്ടും തമ്മിൽ ഓപ്പൺ ചെയ്യുന്നുണ്ടാകുന്ന ആ സ്പീഡ്, പെർഫോമൻസ് കംപ്ലീറ്റ്ലി ഡിഫറൻസ് ആയിരിക്കും ഈ ഒരു SSDയും അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക്കും തമ്മിലുള്ള യൂസേജ്. സോ അതിനുവേണ്ടി 256 GB SSD ഇതിൽ ഇൻസ്റ്റാൾഡ് ആണ്. അതിലായിരിക്കും ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 10 ബിൽട്ടിനായിട്ട് ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് SSDയിലേക്കാവും. അതുപോലെ നിങ്ങൾ ഡാറ്റാസ്, കൈൻഡ് ഓഫ് മൂവീസ്, സോങ്സ്, അങ്ങനത്തെ ഡാറ്റാസൊക്കെ ഈ 1 TB ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റാം. അങ്ങനെ ആയിരിക്കും ഈ ഒരു ലാപ്ടോപ്പിൻ്റെ യൂസേജ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വരാം. ഓക്കെ, ഇനി ഫൈനലി ഇതിൻ്റെ പ്രൊസസ്സറിലേക്ക് വരാം. പ്രൊസസ്സർ വന്നിട്ടുള്ളത് Ryzen 7 ആണ്. ഇതിനു മുമ്പ് HPയുടെ ഇതിൻ്റെ Ryzen 5 സീരീസ് ഉണ്ടായിരുന്നു. Ryzen 7 ആണ് ഈ ഒരു Pavilion സീരീസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ്. ഇത് കൂടുതൽ റിവ്യൂ ഒന്നും വന്നിട്ടില്ല, കാരണം ഇറങ്ങിയിട്ട് ഏകദേശം ഫ്ലിപ്കാർട്ടിൽ തന്നെ 4-5 റിവ്യൂ എനിക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഇത് എടുത്തു.
അപ്പോൾ മലയാളത്തിൽ ഫസ്റ്റ് റിവ്യൂ എന്ന് പറയാം എൻ്റെ ഈ ചാനലിൽ വരുന്ന ഈ ലാപ്ടോപ്പിൻ്റെ ഫസ്റ്റ് റിവ്യൂ. മലയാളം മാത്രമെന്നല്ല, വേറെ ലാംഗ്വേജസ് ഒക്കെ കുറേ നോക്കി എനിക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല ഇങ്ങനെ ഒരു റിവ്യൂ. അതായത് ഈ ലാപ്ടോപ്പ് അത്രയും പുതിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഏതായാലും കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് Ryzen 7 ആണ്. ഗ്രാഫിക്സ് കാർഡ് വരുന്നത് GTX 1650 Ti ആണ്. എൻ്റെത് വരുന്നത്, അതായത് അസ്യൂസിൻ്റെ വരുന്നത് 1650 ആണ്. ഇത് TA ആണ്. ഏകദേശം 1 ഇയർ ഡിഫറൻസ്. ഇത് 1 ഇയർ ലേറ്റസ്റ്റ് ആണ്. അതിനേക്കാൾ ഒരു 5 വാട്ട് എക്സ്ട്രാ പവർഫുൾ ആണ്. മീൻസ് ക്ലോസ് ആണ്. ക്ലോക്കിലൊക്കെ ചെറിയൊരു ഡിഫറൻസ്. അതായത് ഹയർ വരുന്നത് 1650 Ti ആണ്. അതായത് അതിനേക്കാൾ നല്ല ക്ലോക്ക് സ്പീഡാണ് ഇതിൽ വരുന്നത്. ചെറിയ ഡിഫറൻസ് ആണെങ്കിലും ബെറ്റർ പെർഫോമൻസ് ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ 1650 Ti ആണ്. ഇനി നമുക്ക് യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ ഓൾറെഡി ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഞാൻ ഏകദേശം മണിക്കൂറോളം GTA 5 കളിച്ച് നോക്കി, അതേപോലെ തന്നെ വോളറൻറ്റ് കളിച്ച് നോക്കി. അപ്പോൾ എല്ലാ ഗെയിമിങ്ങിലും പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഒരു കുറവ് വരുത്തിക്കൊന്നും ചെയ്യില്ല. കാരണം i7-നേക്കാളും പെർഫോം ചെയ്യും ഈ Ryzen 7 സീരീസ് ആക്ച്വലി. അതേപോലെ തന്നെ അതിനേക്കാളും നല്ല ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഡെപ്തായിട്ട് ഇനിയും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ കളിച്ച് നോക്കി. GTA 5-ൻ്റെ റണ്ണിങ് വളരെ സ്മൂത്താണ്. അതേപോലെ തന്നെ GTA 5 ഒക്കെ ആക്ച്വലി ഇപ്പോൾ വളരെ പഴയ ഗെയിമായി. ഇപ്പോൾ ഏത് കമ്പ്യൂട്ടറിലും വർക്ക് ചെയ്യുന്ന ഒരു രീതിയിലായി. പക്ഷേ മറ്റേ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ലാപ്ടോപ്പിനേക്കാളും സ്ലൈറ്റ്ലി ബെറ്റർ പെർഫോമൻസ് ഈ ഒരു HP ലാപ്ടോപ്പാണ് തരുന്നത്. സ്ലൈറ്റ്ലി നോട്ടീസബിൾ അല്ല, എന്നാലും ചെറിയ ഒരു ബെറ്റർ പെർഫോമൻസ് എന്ന് പറയാം. സോ ആക്ച്വലി കമൻസിൽ കൂടുതൽ ചോദ്യം വരാറ് ഇത് കോഡിങ് ചെയ്യുന്നവർക്ക് പറ്റുമോ, ഓഫീസിൽ യൂസേഴ്സ് പറ്റുമോ, ഇത് ഗെയിമിംഗ് ലാപ്ടോപ്പ് അല്ലേ, അതേപോലെ തന്നെ ഇത് ആർക്കാണ് റെക്കമെൻഡ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. നിങ്ങളൊരു പ്രോഗ്രാമർ ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കിതെടുക്കാം. നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ നിങ്ങൾക്കിതെടുക്കാം. നിങ്ങളൊരു എഡിറ്റർ ആണെങ്കിൽ നിങ്ങൾക്കിതെടുക്കാം. നിങ്ങളൊരു ഡിസൈനർ ആണെങ്കിലും ഇതെടുക്കാം. പക്ഷേ ഇതിൻ്റെ തിക്നെസ് നോക്കുക, കുറച്ച് ഹെവി ആയിരിക്കും. അതൊന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം ഇതെടുക്കാൻ. എന്നാലും ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ ഒരു ഹെവിയും തിക്നെസ് ഒന്നും ഇല്ല. അതായത് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 2.19 grams ആണ്. അതായത് 2 കിലോനും 19 ഗ്രാമും 190 ഗ്രാമും. ഓക്കെ, വളരെ ഹെവി ഒന്നും പറയാൻ കഴിയില്ല, എന്നാലും ഹെവി തന്നെയാണ്. ലാപ്ടോപ്പ് സംബന്ധിച്ച് ഏകദേശം 1.5 കിലോനാണ് ഒരു ആവറേജ് വെയിറ്റ്. ബട്ട് ഇത് 2.19 വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഗെയിമിംഗ് ലാപ്ടോപ്പ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര ഹെവി അല്ല. കാരണം ഇതിനേക്കാളും ഹെവി ഗെയിമിംഗ് ലാപ്ടോപ്പ് വരുന്നുണ്ട്, ഇതിനേക്കാളും ചെറിയ സ്പെക്സിൽ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സ്പെക്സിൽ ഈ ഒരു ലൈറ്റ് വെയിറ്റ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ റെക്കമെൻഡേഷൻ, അതായത് നിങ്ങളൊരു ഡിസൈനറാണ്, ഫോട്ടോഷോപ്പ് അതേപോലെ തന്നെ പ്രീമിയർ പ്രോ അല്ലെങ്കിൽ ഓട്ടോകാഡ്, നിങ്ങൾ ആർക്കിടെക്ചർ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും റെക്കമെൻഡഡ് ആണ്. സ്പെഷ്യലി അവർക്കാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് ആർക്കിടെക്ചർ സ്റ്റുഡൻസ്, അവർ ഡിസൈൻ ചെയ്യുന്നത് 3ds Max അതേപോലെ തന്നെ ഓട്ടോകാഡ് അങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ ലാപ്ടോപ്പാണ്. ഡീസൻറ്റ് ഗ്രാഫിക്സ് കാർഡാണ്. അതേപോലെ തന്നെ 16 GB റാം ഇതിൽ വരുന്നുണ്ട്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണ്. അതേപോലെ തന്നെ ഗെയിമിങ്ങേഴ്സിനും. പക്ഷേ ഓഫീസ് യൂസേജേ ഉള്ളൂ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവർക്കും എടുക്കാം. കാരണം ബെറ്റർ പെർഫോമൻസ് ഉള്ള സംഭവം എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷേ ബാറ്ററി ലൈഫിയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു നോട്ട് പാഡ് അല്ലെങ്കിൽ സാധാ ലാപ്ടോപ്പിയുടെ ഒരു ബാറ്ററി ലൈഫ് ഒരിക്കലും ഇതിൽ കിട്ടില്ല. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഗെയിമിംഗ് ആണെങ്കിൽ ഒരു 2 ഹവറും അതേപോലെ നോർമൽ യൂസേജ് ആണെങ്കിൽ 3 to 4 ഹവറാണ് മാക്സിമം ഇതിൽ കിട്ടുക. കാരണം അത്രയും പവർഫുൾ ഗ്രാഫിക്സ് കാർഡ് ഇതിൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പവർ ഇതിന് വേണം. പക്ഷേ ലാപ്ടോപ്പിൻ്റെ സൈസ് ഇത്രയേ ഉള്ളൂ, എല്ലാ ലാപ്ടോപ്പും പോലെ. അപ്പോൾ അത് ബാറ്ററി ലൈഫ് നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഗെയിമിംഗ് ലാപ്ടോപ്പാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ബാറ്ററി ലൈഫ് ഒരിക്കലും മനസ്സിൽ കരുതി എടുക്കരുത്. കാരണം അതിൻ്റെ സാധാ ലാപ്ടോപ്പ് 6 to 7 hours എത്തുന്നുണ്ടെങ്കിൽ ഇത് ഒരു 3 to 4 hours ആയിരിക്കും. ആക്ച്വലി ഒരു 75% ആയിരിക്കും നോർമൽ ലാപ്ടോപ്പിൻ്റെ കിട്ടും. കാരണം ഇത് പെർഫോമൻസ് കൂടുതലാണ്, പവർഫുള്ളാണ്. ഗ്രാഫിക്സ് കാർഡിന് മാത്രം 55 വാട്ടാണ് കൺസ്യൂം ചെയ്യുന്നത് അതിൻ്റെ ഫുൾ കൺസ്യൂമിങ് പവറിൽ. അതായത് നിങ്ങൾ ഹൈ ഇൻറ്റൻസി യൂസ് ചെയ്യുമ്പം ഗെയിം കളിക്കുമ്പം ലാപ്ടോപ്പ് ആക്ച്വലി കണക്റ്റഡ് ആയിട്ട് ഗെയിം കളിക്കുക. അതായത് പവർ കണക്ട് ചെയ്തുകൊണ്ട് കളിക്കുക. അങ്ങനെ കളിക്കുന്നതുകൊണ്ട് ലാപ്ടോപ്പിന് പ്രശ്നമൊന്നുമില്ല. കാരണം ഗെയിമിംഗ് ലാപ്ടോപ്പ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ കിട്ടണമെങ്കിൽ നമ്മൾ 150 വാട്ടിൻ്റെ പവർ ബ്രിക്ക് ഇതിൽ കണക്ട് ചെയ്യണം. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ പെർഫോമൻസ് നിങ്ങൾക്ക് ഗെയിം ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് ഷോർട്ടായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ASUS ROGയേക്കാളും ബാറ്ററി ലൈഫ് എനിക്ക് HP Pavilion ഈ മോഡലിലാണ് കിട്ടുന്നത്. സോ ബാറ്ററി ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ലാപ്ടോപ്പ് എനിക്ക് 2.5 മണിക്കൂർ കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊരു 3 മണിക്കൂർ, ആ ഒരു അരമണിക്കൂർ ഡിഫറൻസ്. ശരിക്കും ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ലൈഫിന് നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഓരോ യൂസേജിന് ഓരോ ബാറ്ററി ലൈഫാണ്. നിങ്ങൾ നോർമലായിട്ട് ജസ്റ്റ് നോട്ട് പാഡ് അതേപോലെ തന്നെ വീഡിയോ മൂവീസൊക്കെ കാണുമെങ്കിൽ ചിലപ്പം 3.5 മണിക്കൂറൊക്കെ എക്സ്റ്റെൻഡായി കിട്ടും. ബ്രൈറ്റ്നസ് പകുതിയിൽ വെച്ചിട്ടാണെങ്കിൽ. ഫുൾ ബ്രൈറ്റ്നസ്സിലാണെങ്കിൽ അത് ഒരു അരമണിക്കൂർ കുറയും. പക്ഷേ നിങ്ങൾ ഗെയിം കളിക്കുകയാണെങ്കിൽ
എക്സാക്ട്ലി ഹാഫായിട്ട് കട്ട് ഓഫ് ആവും. അത് നിങ്ങൾ ഇൻറ്റൻസ് എഡിറ്റിംഗ് ആണ്, ഗ്രാഫിക്സ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഗ്രാഫിക്സ് കാർഡ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറയും. അപ്പോൾ ഒരിക്കലും എനിക്ക് ഇത്ര മണിക്കൂർ ഈ ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നത് നിങ്ങളോട് ക്ലിയർ കട്ടായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങളെ യൂസേജ് പോലെ ആയിരിക്കും ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ ഒരു ബാറ്ററി ലൈഫ്. പക്ഷേ മറ്റ് ലാപ്ടോപ്പ് അങ്ങനെയല്ല, ഏകദേശം ഒരു ആവറേജ് ടൈം പറയാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഗെയിം കളിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു പ്ലഗ് ചെയ്തിട്ട് കളിക്കലായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ബാറ്ററി ലൈഫ് അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. ഞാൻ ഈ ലാപ്ടോപ്പൊക്കെ 2-3 മാസമായി ഓണായി കിടക്കുന്നത് ഇവിടെ, അതും പവേർഡാണ്, ഇതുവരെ കണക്ഷൻ ഇളക്കിയിട്ടില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഈ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒരു 5 മന്ത് യൂസേജ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് പോയി കാണാം. സ്പീക്കേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ASUS ROGയേക്കാളും ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും തോന്നുന്നത്. കാരണം ലൗഡറാണ്, എൻ്റെ ഓൾഡ് ലാപ്ടോപ്പിനേക്കാൾ ലൗഡറായിട്ട് ഇത് വരുന്നുണ്ട്. കുറച്ചുകൂടി നല്ല സ്പീക്കറായിട്ട് എനിക്ക് HP പറയാം. അതുപോലെ കീബോർഡ് എക്സ്പീരിയൻസ് എനിക്ക് എക്സ്ട്രാ നമ്പർ പാഡ് വന്നെന്നുള്ളൂ. അതായത് ടൈപ്പിംഗ് എക്സ്പീരിയൻസ് എനിക്ക് ഓൾമോസ്റ്റ് സെയിം ആണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എനിക്ക് എടുത്തു പറയാൻ തന്നെയുണ്ട്. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയാം. അതായത് ഒന്നാമത് വ്യൂവിങ് ആംഗിൾ, രണ്ടാമത് അതിൻ്റെ ക്ലാരിറ്റി, ഐ മീൻ റിഫ്രഷ് റേറ്റ് മാത്രമെന്നല്ല, നമ്മളൊരു മൂവി കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ഡിസ്പ്ലേയിൽ വേറെ തന്നെയാണ്. അത് നമ്മൾ അനുഭവിച്ചറിയേ പറ്റും. എനിക്കൊരിക്കലും വീഡിയോയിൽ ഇത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. റേറ്റ് ഞാൻ പറയുകയാണെങ്കിൽ 10 out of 10 ഫോർ ദ ഡിസ്പ്ലേ. ഓക്കെ, പ്രൈസിങ്ങിലേക്ക് വരാം. ഞാൻ ഈ ലാപ്ടോപ്പ് എടുത്തത് 81,000 ആണ്. അതേപോലെ ASUS ROG എടുത്തത് 85,000 ആണ്. ഇപ്പോഴുള്ള ഫ്ലിപ്കാർട്ട് റേറ്റ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ 5,000 രൂപ കൂടുതലാണ് ASUS ROG. പക്ഷേ 5,000 രൂപ കുറച്ചിട്ട്, അതായത് 5,000 ചീപ്പറായിട്ട് എനിക്ക് ഇവിടെ ക്യാമറ കിട്ടി, അതുപോലെ തന്നെ നമ്പർ പാഡ് കിട്ടി. അങ്ങനെ കുറേ അപ്ഗ്രേഡേഷനായിട്ട് എനിക്ക് വന്ന ഒരു ലാപ്ടോപ്പാണ്. പിന്നെ ഡിഫറൻസ് ആയിട്ട്, അതായത് ബെറ്റർ ഗ്രാഫിക്സ് കാർഡും കിട്ടി. അതുപോലെ തന്നെ ഡിഫറൻസ് ആയിട്ട് വരുന്നത് അത് Intel i7 ആണ്, ഇത് AMD Ryzen 7 ആണ്. പേഴ്സണലി എന്നോട് Ryzen ആണോ i7 ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും Ryzen ആണെന്ന്. കാരണം ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തത് Ryzen പ്രോസസ്സറാണ്. നിങ്ങൾ എൻ്റെ കസ്റ്റം ബിൽഡ് കണ്ടിട്ടുണ്ടാവും. 1 lakhൻ്റെ 50,000, അതേപോലെ തന്നെ 28,000, അങ്ങനെ എന്തോ 3 ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ്. അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ യൂസ് ചെയ്തത് Ryzen പ്രോസസ്സറാണ്. അതായത് ബഡ്ജറ്റിൽ ഒതുങ്ങുകയും ചെയ്യും, അത് ഇൻ്റലിൻ്റെ അതേ പെർഫോമൻസും കിട്ടും. ഇപ്പം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ Ryzen 7ഉം അതേപോലെ തന്നെ എൻ്റെ വെച്ച് നോക്കുമ്പോൾ i7-നേക്കാളും ബെറ്റർ പെർഫോമൻസ് എനിക്ക് ഈ Ryzen 7 ആണ് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെപ്തായിട്ട് എനിക്ക് കിടക്കണമെന്നില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു AMD ഫാനാണ്. പലരുടെ വീഡിയോ ഞാൻ കണ്ടു, അതായത് Ryzen യൂസ് ചെയ്യുമ്പോൾ 1 വർഷം കഴിയുമ്പോൾ അത് ഡീഗ്രേഡ് ആവും, 2 വർഷം കഴിയുമ്പോൾ ഡീഗ്രേഡ് ആവും. പക്ഷേ ഞാൻ ഏകദേശം 1 വർഷത്തോളം കസ്റ്റം ബിൽഡ് യൂസ് ചെയ്തതാണ്, ഒരുപാട് ലാപ്ടോപ്സ് യൂസ് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ആക്ച്വലി നിങ്ങളെ പ്രൊസസ്സർ ഡീഗ്രേഡ് ആകുന്നതല്ല, നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് സ്ലോ ആകുന്നതാണ്. ഹാർഡ് ഡിസ്ക് സ്ലോ ആകുമ്പോൾ തന്നെ ഒരുപാട് ബൂട്ടിങ് സ്ലോ ആവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറ്റും. പകരം ഇതിൽ SSD ആണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. അതായത് വർഷങ്ങൾ കഴിയുന്നവരും ഹാർഡ് ഡിസ്കിൻ്റെ കറക്കം സ്ലോ ആവും, RPM കുറയും. അപ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ സ്ലോ കാരണമാണ് നിങ്ങളെ വർഷം കഴിയുമ്പം ലാപ്ടോപ്പ് സ്ലോ ആകുന്നത്. അത് നിങ്ങൾ SSD ആണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. കാരണം ഇത് സ്റ്റാറ്റിക് ആണ്, ഹാർഡ് ഡിസ്ക് പോലെ കറങ്ങുന്ന ഒരു ഡിസ്ക് അല്ല, ജസ്റ്റ് പെൻഡ്രൈവ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പഴയ ലാപ്ടോപ്പ് ഉണ്ട്, അത് സ്ലോ ആണ്, എങ്ങനെ നമ്മൾക്ക് SSDയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ഞാൻ ഏകദേശം 1.5 വർഷം മുമ്പേ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പഴയ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ SSD ഇട്ടാൽ അത് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആക്ച്വലി വീഡിയോ ഇത്ര ലെങ്തി ആയതിന് ക്ഷമിക്കണം, കാരണം 2 ലാപ്ടോപ്പിനെ പറ്റി പറയാനുണ്ട്, ഒരു ലാപ്ടോപ്പിനെ പറ്റി മാത്രമല്ല, അതുകൊണ്ട് കുറച്ച് വീഡിയോ ലെങ്തി ആയി പോയിട്ടുണ്ട്. ഏതായാലും Windows 11 ഇറങ്ങിക്കഴിഞ്ഞാൽ ബോത്ത് എൻ്റെ പഴയ ലാപ്ടോപ്പിൽ ഇതിലെല്ലാം Windows 11 ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഫ്രീ അപ്ഡേറ്റ് ആണ്. Windows 10 ഉള്ളവർക്ക് ഓൾറെഡി ഫ്രീ ആയിട്ട് അപ്ഡേറ്റ് അവർ നൽകുന്നുണ്ട്. അത് നിങ്ങൾക്ക് സപ്പോർട്ടർ ആണോ നോക്കാനുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എങ്ങനെ Windows 11 ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊക്കെ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ അടുത്ത അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ.